അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട ഹബീബുമാരെ, ഹസന ഉംറ സംഘം ഇന്ന് അറഫ, മിന, മുസ്ദലിഫ, അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറക്കാൻ പറ്റിയ സ്ഥലം, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ചരിത്രങ്ങൾ കാണാനുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ ഈ ഒരു യാത്രയിലാണ് ജബലു സൗറെല്ലാം അതിൻ്റെ താഴ്വാരം കാണലും എല്ലാം. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഉള്ളത് ജബലു സൗറിൻ്റെ താഴ്വാരത്താണുള്ളത്. ജബലു സൗർ എന്ന് പറഞ്ഞാൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 53ാമത് വയസ്സിൽ, ആരംഭപ്പൂവിന് 53 വയസ്സ്, സിദ്ദീഖ് തങ്ങൾ പാപ്പാക്ക് 52 വയസ്സ് എന്നും ചരിത്രങ്ങളിൽ കാണാം. ഏതായാലും മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കക്കാർക്ക് വല്ലാത്ത വെറുപ്പായി തുടങ്ങി. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മക്കക്കാര് പല രീതിയിലും ഇസ്ലാമിക പ്രബോധനം നിർത്താൻ പറഞ്ഞു. പക്ഷെ എങ്ങനായിട്ട് നിൽക്കുന്നില്ല. എല്ലാ നിലക്കും വീണ്ടും പ്രബോധനം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ അധികരിച്ചു കൊണ്ടേയിരിക്കുക. ഇനി മുഹമ്മദിനെ എങ്ങനെങ്കിലും ഇവിടെ ഒഴിവാക്കണം, ഇതായിരുന്നു തീരുമാനം. അങ്ങനെ പലരും പറഞ്ഞു മുഹമ്മദിനോട് നാട് കടത്താം. പക്ഷെ നാട് കടത്തിയൊന്നും കാര്യമില്ല. മുഹമ്മദ് ഇനി അന്യ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് ആളുകൾ ഉണ്ടാക്കി ഇങ്ങോട്ടൊന്ന് വരും. അങ്ങനെ വന്ന തീരുമാനമാണ് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒറ്റ വെട്ടിനെ കൊല്ല എന്നുള്ളത്. ഞാൻ തന്നെ പറഞ്ഞിരുന്നല്ലേ ആ മസ്ജിദുൽ ഹിജ്റ ചരിത്രം. അങ്ങനെ ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങൾ പാപ്പയും കൂടെ തീരുമാനമെടുത്തു, ഇന്നു രാത്രി പാതിരാത്രി നമ്മൾ ഹിജ്റ പോകണം എന്നുള്ളത്. അതുവരെ നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കിടപ്പാടത്തിൽ അലിയാർ തങ്ങൾ പാപ്പയെ കിടത്തി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രി ആയപ്പോ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാം. ഈ സമയത്ത് അന്നത്തെ കാലത്തെ വീട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതായത് ഈന്തപ്പന ഓലകളെ കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ വീടാണ്. ആ വീടില് ശത്രുക്കൾ ഇങ്ങനെ പാല് നോക്കി ഇങ്ങനെ മെല്ലെ ഇങ്ങനെ നോക്കി. നമ്മുടെ നാട്ടിലൊക്കെ ഓല മുടഞ്ഞ വീടുണ്ടാവില്ലേ, അപ്പൊ മെല്ലെ നീക്കി നോക്കിയപ്പോ അവിടെ മുഹമ്മദ് കിടക്കുന്നുണ്ട്, സമാധാനായി. അങ്ങനെ അവര് നിൽക്കുന്ന സമയത്താണ് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സൂറത്തു യാസീനിലെ ആദ്യം മുതൽ വസവാഉൻ അലൈഹിം എന്നുള്ള ആയത്ത് വരെ ഓതി ഒരു മണ്ണിൽ മന്ത്രിച്ചോതി വിതറിയ സംഭവം ഉണ്ടായത്. ആ വിതറിയ സംഭവത്തെ കുറിച്ച് പറയുന്നിടത്ത് കാണാം, ശത്രുക്കൾക്ക് അതൊരു സുഖമായി, ഒരു മയക്കമായി എന്ന് വരെ ചരിത്രങ്ങളിൽ ചിലയിടങ്ങളിൽ കാണാം. എന്തായാലും ഒരു നിമിഷം അവർ മയങ്ങിയപ്പോഴേക്കും ആരംഭപ്പൂവായ തങ്ങൾ അതുവഴി ഇറങ്ങിപ്പോയി. അവർ മയക്കെല്ലാം കഴിഞ്ഞവർ വീണ്ടും തുറന്നു നോക്കി, മുഹമ്മദ് അവിടെ ഉണ്ട്, സേഫാണ്, അസമാധാനമായി. അങ്ങനെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ്പ സിദ്ദീഖ് തങ്ങൾ പാപ്പയും കൂടെ നേരെ പോവാണ്, മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. മദീനയിലേക്ക് പോകുന്ന വഴി ഇതല്ല, ശരിക്കും മദീനയിലേക്ക് പോകുന്ന വഴി വേറെയാണ്. എന്നാൽ ആരംഭപ്പൂവായ തങ്ങൾ അന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയിലേക്ക് പ്രവേശിക്കാതെ മദീനയിലേക്ക് പോകുന്ന തങ്ങൾ ഇതുവഴി വന്ന് നേരെ ജബലു സൗറിലേക്ക് കയറാനുള്ള കാരണം, ഹബീബിന് അറിയാം തങ്ങൾ പാപ്പയെ കാണാനില്ല എന്നറിഞ്ഞ അവിടെ തെരച്ചിൽ വരും. ആദ്യത്തെ തെരച്ചിൽ നേരെ മദീന റൂട്ടാണ്, മെയിൻ റൂട്ട്. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങൾ പാപ്പയും കൂടെ അവിടുന്ന് പോന്നു, യാത്ര പോന്നു. അവർ മല കയറാൻ വേണ്ടി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇബ്ലീസ് വന്നിട്ട് ഈ ശത്രുക്കൾ പറഞ്ഞു, നിങ്ങൾ ആരെ കാത്തുക്കണേ? മുഹമ്മദ് അവിടുന്ന് പോയി. അങ്ങനെ ശത്രുക്കൾ നോക്കി. ആ സമയത്ത് വീണ്ടും അവിടെ മുഹമ്മദ് കിടക്കുന്നുണ്ട്. അത് കുറച്ചു നേരം കാത്തിരുന്നപ്പോ കിടക്കുന്ന ആൾ എഴുന്നേറ്റ് വന്നു. അലിയാർ തങ്ങൾ പാപ്പയായിരുന്നു. ഇതോടെ ശത്രുക്കൾക്ക് മനസ്സിലായി മുഹമ്മദ് നമ്മുടെ കയ്യിൽ രക്ഷപ്പെട്ടു പോയി എന്നുള്ളത്. അങ്ങനെ മുഹമ്മദിന്റെ തലക്ക് 200 ഒട്ടകം അങ്ങനെ ഇനാം പ്രഖ്യാപിച്ചു. ഇതോടെ നാട്ടിലാകെ എല്ലാവരും വലിയ സന്തോഷത്തോടെ, കാരണം 200 ഒട്ടകം എന്ന് പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് 200 ഒട്ടകത്തിന് വലിയ മൂല്യമുണ്ട്. അന്ന് കാലം എത്രമാത്രമായിരിക്കും മൂല്യം. അങ്ങനെ എല്ലാവരും തിരയാൻ തുടങ്ങി. ആരംഭപ്പൂവിന്റെ കൂടെ സിദ്ദീഖ് തങ്ങൾ പാപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അവിടെ വീട്ടിലാകെ ഉണ്ടായിരുന്ന ചെലവിനുണ്ടായിരുന്ന 5000 ദിർഹം മാത്രമാണ്. ഈ 5000 ദിർഹം കൊണ്ടാണ് എൻ്റെ മക്കൾ ചെലവ് കഴിയേണ്ടത്. എൻ്റെ ഭാര്യക്ക്, എൻ്റെ മാതാപിതാക്കൾ ചെലവിന് ഉപയോഗിക്കേണ്ട ക്യാഷാ. ആ ക്യാഷും കൂടെ എടുത്തു ഹബീബിന്റെ കൂടെ പോകാൻ വേണ്ടി. അങ്ങനെ സിദ്ദീഖ് തങ്ങൾ പാപ്പയും ഹബീബും കയറുകയാണ് ഈ കാണുന്ന ജബലു സൗർ എന്ന് പറയുന്ന മലയിലേക്ക്. കാണുന്ന മുകളിലേക്ക് ആ ജബലു ഒന്ന് കുറച്ചും കൂടെ അവിടുന്ന് ഇങ്ങോട്ട് ബാക്ക് നോക്കിങ്ങള് ജബലു സൗർ എന്ന മലയിലേക്ക്. ഇൻഷാ അല്ലാഹ് ബസ്സിൽ പോകുമ്പോൾ വിശദമായി കാണാം. ആരംഭപ്പൂവായ തങ്ങളുടെ കൂടെ സിദ്ദീഖ് തങ്ങൾ പാപ്പ കയറുന്ന രംഗത്തെ കുറിച്ച് ചരിത്രങ്ങൾ കാണാം. സിദ്ദീഖ് തങ്ങൾ പാപ്പ ഹബീബ് ഇങ്ങ് നടക്കുമ്പോ കുറച്ചു കഴിഞ്ഞാൽ ഹബീബിന്റെ വലതു ഭാഗം നടക്കും.
അത് കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ ഹബീബിന്റെ ഇടതുവശം നടക്കും, കുറച്ചു കഴിഞ്ഞ് ഹബീബിന്റെ മുന്നിലൂടെ നടക്കും. ആ സമയത്ത് ഹബീബ് ചോദിക്കാ, എന്തു പറ്റി സിദ്ദീഖേ, നിങ്ങൾ ഇങ്ങനെ അല്പനേരം വലത് നടക്കുന്നു, പിന്നെ ഇടത് നടക്കുന്നു, പിന്നെ ഫ്രണ്ടിലൂടെ നടക്കുന്നു? ആ സമയത്ത് സിദ്ദീഖ് തങ്ങളുപ്പാപ്പ പറയാ, തങ്ങളെ വലതുവശം നടക്കുമ്പോ എന്റെ മനസ്സിങ്ങനെ പറയാ, ഇടതുവശത്തു കൂടെ ശത്രുക്കൾ വരുന്നുണ്ട് എന്നല്ലേ. അപ്പൊ എനിക്ക് സമാധാനം കിട്ടുന്നില്ല തങ്ങളെ. അപ്പൊ ഞാൻ ഇടതുവശം നടക്കും. ഇടതുവശം നടക്കുമ്പോ എന്റെ മനസ്സ് പറയാ, എന്റെ പിന്നിലൂടെ ശത്രുക്കൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ നേരെ പിന്നിലൂടെ നടക്കും. അങ്ങനെ ആരംഭപ്പോവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ഒരു മഹബത്ത് കണ്ടപ്പോ തങ്ങൾ പാപ്പാക്ക് വല്ലാത്ത സന്തോഷമായി. അവർ കയറാൻ തുടങ്ങി. കയറി അല്പം കഴിഞ്ഞപ്പോഴേക്കും ഹബീബിന്റെ കാലിൽ ഇങ്ങനെ ചെരുപ്പിന്റെ വാറ് തട്ടിയിട്ട് ആരംഭപ്പൂവിന്റെ കാലിന് മുറിയായി രക്തമൊലിക്കാൻ തുടങ്ങി. ആരംഭപ്പൂവായ മുത്തിനെ എടുത്തുകൊണ്ടുവരെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ ഈ മല കയറിയിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. എന്തിനു വേണ്ടി? പ്രിയമുള്ളവരെ, ആരംഭപ്പൂവായ തങ്ങൾക്ക് മക്കയിൽ നിൽക്കാമായിരുന്നു. എല്ലാവിധ സുഖ സൗകര്യങ്ങളും മക്കയിൽ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AC നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് നമ്മുടെ ബസ്സുണ്ട്. ഹബീബിന് എല്ലാവിധ സൗകര്യങ്ങളും മക്കയിലുണ്ട്. പക്ഷേ ഹബീബിന്റെ ആശയങ്ങൾ അതായിരുന്നു മക്കക്കാർക്കാകെ ഉണ്ടായിരുന്ന വിഷയം. ആരംഭപ്പൂവായ തങ്ങളാണെങ്കിലോ ആശയം മാറ്റിക്കൊണ്ട് യാതൊരു സുഖ സൗകര്യങ്ങളും ഉപയോഗിക്കുകയുമില്ല. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി ഈ ദീനിനെ നിലനിർത്താൻ വേണ്ടി ഹബീബ് കയറി ഈ മലയുടെ മുകളിലേക്ക് 53-ാമത് വയസ്സിൽ. ആരംഭപ്പൂവും സിദ്ദീഖ് തങ്ങളുപ്പാപ്പയും കയറി. ഇന്ന് കയറുമ്പോ ദുർഘടമായ വഴികളല്ല, അന്ന് വളരെയധികം ദുർഘടമായ വഴികളായിരുന്നു. എന്നിട്ടും തങ്ങളുപ്പാപ്പയും സിദ്ദീഖ് തങ്ങളുപ്പാപ്പയും കയറി നേരെ മുകളിലേക്ക് എത്തിയപ്പോഴേക്കും ഹബീബ് ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. പ്രായമുള്ള സമയമല്ലേ. ഹബീബിന്റെ ക്ഷീണം കാരണം അബൂബക്കർ സിദ്ദീഖ് തങ്ങളുപ്പാപ്പ പറഞ്ഞു, തങ്ങളെ അവിടെ നിൽക്കി, ഞാൻ ഒന്ന് അകത്തേക്കൊന്ന് പോട്ടെ. അകത്തേക്കൊന്ന് പോയിട്ട് അകത്തിന്റെ അവസ്ഥകൾ നോക്കി പറഞ്ഞു. അതായത് ഗുഹയിലേക്ക് കയറുകയാണ്. ആരംഭപ്പൂവായ തങ്ങൾ കയറുന്നതിന് മുമ്പ് സിദ്ദീഖ് തങ്ങൾ പാപ്പ കയറി എല്ലാ ഗുഹക്കകത്തുള്ള എല്ലാ ഓട്ടകളും അടച്ചു. തുണിയിൽ അല്പം കീറി അടച്ചു. അവസാനം സിദ്ദീഖ് തങ്ങൾ പാപ്പാന്റെ തുണി ഇനി എങ്ങാനും കീറിക്കഴിഞ്ഞാൽ ആ ഔറത്ത് വെളിവായി പോകുന്ന ഒരു അവസ്ഥയിലെത്തി. പക്ഷേ ഓട്ടകൾ തീർന്നില്ല, ഒരു ഓട്ട ബാക്കിയായി. ഇതോടെ സിദ്ദീഖ് തങ്ങൾ പാപ്പാക്ക് വല്ലാത്ത വിഷമായി. ഇനി എന്ത് ചെയ്യും? എന്റെ ഹബീബിന് എന്തെങ്കിലും കടിക്കുമോ എന്ന് ഭയന്നുകൊണ്ടാണല്ലോ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ തന്റെ കാലിന്റെ തള്ളവരെല്ലാം ഓട്ടയിൽ വെച്ചുകൊണ്ട് ഹബീബിനോട് പറഞ്ഞു, വരൂ തങ്ങളെ, തങ്ങൾ കിടന്നോളൂ. തങ്ങൾ കിടന്നു, തങ്ങൾ ഉറങ്ങിപ്പോയി. തങ്ങൾ പാപ്പ ഉറങ്ങുന്നത് ഇങ്ങനെ കണ്ട് സന്തോഷത്തിലാണ് സിദ്ദീഖ് തങ്ങൾ പാപ്പ നിൽക്കുന്നത്. ആ സമയത്തായിരുന്നു സിദ്ദീഖ് തങ്ങൾ പാപ്പയുടെ കാലിൽ കൊത്ത് പെട്ടെന്ന് തട്ടിയത്. പാമ്പ് കുത്തി. ആ കൊത്തിയ സമയത്ത് ആരംഭപ്പോവനെങ്ങാനും ആ ഉറക്കം ബുദ്ധിമുട്ടാവുക വിചാരിച്ചിട്ട് സിദ്ദീഖ് തങ്ങൾ പാപ്പ നല്ല വേദനയുണ്ട്. പക്ഷേ സിദ്ദീഖ് തങ്ങൾ പാപ്പ കാലനക്കിയില്ല. കാരണം കാലെങ്ങാനും അനക്കിക്കഴിഞ്ഞാല് എന്റെ ഹബീബിന്റെ ഉറക്കം ബുദ്ധിമുട്ടാവുമോ എന്നുള്ള പേടിച്ചുകൊണ്ട് രണ്ടാമതും കൊത്തു കിട്ടി. സഹിച്ചു, ക്ഷമിച്ചു, കടിച്ചമർത്തി. മൂന്നാമതങ്ങ് കൊത്തുകൊണ്ടപ്പോ സിദ്ദീഖ് തങ്ങൾ പാപ്പയുടെ കണ്ണിൽ നിന്ന് അറിയാതൊരു കണ്ണുനീര് ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട മെയിനിലേക്ക് ഒറ്റി. ഇതങ്ങ് ഒറ്റിയ സമയത്ത് ആരംഭപ്പോ ഉണർന്നു, പെട്ടെന്ന് ഉണർന്നു. എന്തു പറ്റി സിദ്ദീഖെ ചോദിച്ചു. സിദ്ദീഖ് തങ്ങൾപ്പാ പറഞ്ഞു, തങ്ങളെ ഈ ഗുഹയിൽ വെച്ചുകൊണ്ട് ഞാൻ എല്ലാ ഓട്ടകളും അടച്ചത് എന്റെ തുണിയിൽ നിന്ന് കയറിയിട്ടായിരുന്നു തങ്ങളെ. അവസാനം ഒരു ഓട്ടം അടക്കാൻ നോക്കിയപ്പോ എന്റെ തുണി തികയാത്തത് കൊണ്ട് ഞാൻ തള്ളവിരൽ വെച്ചതായിരുന്നു. പക്ഷേ ആ ഓട്ടയിൽ നിന്ന് ആദ്യമായി എന്നെന്തോ കടിച്ചു. ഞാൻ സഹിച്ചു തങ്ങളെ. എന്റെ ഹബീബിന്റെ ഉറക്കമെങ്ങാനും വിഷമാവും ചിന്തിച്ച് ഞാൻ സഹിച്ചു. രണ്ടാമതും കൊത്തുകൊണ്ട് സഹിച്ചു. മൂന്നാമത് കൊത്തിയപ്പോ അറിയാതെ എന്റെ കണ്ണിൽ നിന്ന് കണ്ണിനീര് ഒറ്റിപ്പോയി. എന്റെ ഹബീബിന് ബുദ്ധിമുട്ടായോ ഉറക്കത്ത് എന്നായിരുന്നു ചോദിച്ചത് ആരംഭപ്പൂവായ തങ്ങളോട് സിദ്ദീഖ് തങ്ങളുപ്പാപ്പ. അതായിരുന്നു സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ മഹബത്ത് എന്നുള്ളത്. ഇതങ്ങട് കേട്ട ഉടനെ ആരംഭപ്പൂവായ തങ്ങൾ എഴുന്നേറ്റു. ഷറഫാക്കപ്പെട്ട ഉമിനീര വിഷം കൊണ്ട് ആ ഭാഗത്ത് പുരട്ടി. അതോടെ ആ വിഷം അവിടുന്ന് ഇല്ലാതെയായി മാറി. ആ സമയത്താണ് ആരംഭപ്പൂവായ തങ്ങൾ ദ്വാരക്കുന്നു, അല്ലാഹുവേ എന്നെയും സിദ്ദീഖിനെയും സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേന്ന്. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ ഈ ജബൽ സൗറിൽ വെച്ചുകൊണ്ട് തന്നെ സ്വർഗം ഉറപ്പ് ലഭിച്ച വലിയ ഭാഗ്യവാനായിരുന്നു സിദ്ദീഖ് തങ്ങളുപ്പാപ്പ. അങ്ങനെ അവർ 3 ദിവസം അവിടെ താമസിച്ചു. ഇൻഷാ അല്ലാഹ് ആ താമസിച്ചാൻ തുടങ്ങിയത് മുതൽ അങ്ങോട്ട് ശത്രുക്കൾ വരുന്നുണ്ട്. അതിനുശേഷം അപ്പുറത്ത് വേറെ ഗുഹയുണ്ട്. എല്ലാം വിശദമായി അവിടുന്ന് പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ 53-ലാണ് ഹബീബ് കയറിയത്. എന്തിനു വേണ്ടി? നമുക്ക് ഈ സുന്ദരമായ ദീന് നമുക്കൊന്ന് തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പിന്നീട് മദീനയിലേക്ക് പോകുന്ന വിഷയങ്ങളെല്ലാം പിന്നീട് വിശദമായി പറഞ്ഞുതരാം. അപ്പോ ആ മലയാണ് ആ കാണുന്ന, നേരെ മുകളിലേക്ക് എല്ലാവരും നോക്കൂ, കാണുന്നതാ ഏറ്റവും മുകളിൽ. നമ്മൾ ഈ നടന്ന് അങ്ങോട്ട് എത്തുമ്പോ അവിടെ നിന്ന് കാണണ്ട, ആ മലയാണ് ജബലു സൗർ എന്നുള്ളത്. മനസ്സുകൊണ്ട് ഉറപ്പുണ്ട് ഈ ജബലു സൗറിൽ കയറാൻ കഴിയും. മനസ്സിലായില്ലേ? ജബലു സൗർ കയറണം, ഒന്നും നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. ജബലു സൗർ നിങ്ങൾ കയറാൻ ഭാഗ്യം കിട്ടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന വലിയ അമൂല്യമായ ഒരു അവസരമാണ്. കാരണം എന്താ പറയുക, ഹബീബ് വലിയ വിഷമഘട്ടത്തിൽ കയറിയതാണ്. എന്റെ ഹബീബ് കയറിയ അന്ന്, ഹബീബ് കയറിയത് പ്രതിസന്ധി ഘട്ടത്തിലല്ലേ, ഇന്ന് നമുക്കൊരു പ്രതിസന്ധിയുമില്ല. അതുകൊണ്ട് എന്റെ ഹബീബ് പോയ വഴികളിലൂടെ പോവാ എന്നുള്ളത് തന്നെ നമുക്കൊക്കെ വലിയ തൗഫീഖുള്ള, മദീനയിൽ വെച്ചുകൊണ്ട് മുത്ത് കാണും എന്നുള്ള യാതൊരു സംശയമില്ല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ജബലു സൗർ കയറാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ചരിത്രങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഞങ്ങൾ നീങ്ങി നേരെ അറഫയിലേക്ക്. ജബലു സൗർ കയറാൻ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം രാവിലെയാണ് വരിക. അപ്പോൾ ഇന്ന് അറഫയിലേക്കാണ് ഇനി പോകുന്നത്. അങ്ങനെ അറഫയിലേക്കുള്ള യാത്രയിലാണുള്ളത്. അപ്പോൾ പോകുന്ന വഴിയിൽ ജബലു സൗർ എല്ലാം കണ്ടു. അപ്പോൾ ഇത് നമ്മൾ പോയി അറഫയിൽ എത്തിയിട്ടുണ്ട്. അറഫയുടെ താഴ്വാരത്തേക്ക് നടന്ന് നീങ്ങുകയാണ്. ഇന്ന് അല്പം വൈകിയതിനാൽ കുറച്ച് തിരക്കും അതുപോലെ തന്നെ വെയിലും കൂടുതലായി ഉണ്ട്. എങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിൽ എല്ലാവരും മുന്നോട്ട് പോകുന്നു. അറഫയിലേക്ക് പോകുന്ന വഴികൾ മുഴുവനും കച്ചവടക്കാരെ കൊണ്ട് എല്ലാം നിറഞ്ഞതാണ്. കണ്ടില്ല, അങ്ങനെ അറഫയിലേക്ക് പോകുന്ന വഴിയാണ്. അറഫ വലിയ പവിത്രമുള്ള ഒരു സ്ഥലമാണെന്ന് ഞാൻ പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ. അങ്ങനെ അറഫയുടെ ആ ഒരു കവാടമാണ്, അറഫ മൈതാനിയിലേക്കുള്ള കവാടമാണ് കാണുന്നത്. കാണാൻ എന്തുകൊണ്ടും വളരെയധികം മനോഹരമായ രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടെ എല്ലാവരും ഇവിടെ വരും. ഇവിടെ ഉംറക്ക് വരുന്ന എല്ലാവരും അറഫയിൽ വരാറുണ്ട്. അവിടെ എഴുതിച്ചിനെ മർഹബൻ ബിക്കും ഫി ജബലുർ റഹ്മ. അറഫയിലുള്ള ഒരു മലയുടെ പേരാണ് ജബലുർ റഹ്മ എന്നുള്ളത്. ആ ജബലുർ റഹ്മയിലേക്കൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘം പോവും. അപ്പോൾ നമ്മൾ നേരത്തെ കുട എടുക്കാൻ പറഞ്ഞത് കൊണ്ട് നമ്മുടെ സംഘത്തിന് വളരെ എളുപ്പമായി കാര്യങ്ങൾ. ജബലു അറഫ, അറഫ താഴ്വാരത്തിലാണുള്ളത്. ബാക്കിയുള്ളവർ കേൾക്കണ്ടല്ലോ അല്ലേ? അറഫ താഴ്വാരം എന്ന് പറഞ്ഞാൽ ഹബീബ് മുഹമ്മദ് പ്രസംഗം നടത്തിയ ഒരു താഴ്വാരമാണ് ഈ കാണുന്ന സ്ഥലം. മനസ്സിലായില്ലേ? അറഫ പ്രസംഗം നടത്തിയ താഴ്വാരാണ് ഈ കാണുന്ന താഴ്വാരം. ആരംഭപ്പൂവായ തങ്ങളുപ്പാപ്പയുടെ എല്ലാം ആയിരുന്ന ഒന്നായിരുന്നു ഖസ്വ എന്ന് പറയുന്ന ഒട്ടകം. നമ്മൾ എല്ലാവരും കേട്ടതല്ലേ? ഖസ്വന്റെ പ്രത്യേകത എന്താണ്? ഖസ്വ ഹബീബിന് എന്താണോ ആവശ്യം ആ രൂപത്തിൽ ആരംഭപ്പൂവായ തങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കും. ഖസ്വാഇനോട് ഇറങ്ങാൻ തോന്നിയാൽ ഇറങ്ങാൻ പറയേണ്ട ആവശ്യമില്ല. ഖസ്വാ തങ്ങൾക്ക് ആവശ്യം വന്ന അപ്പം ഖസ്വാ എന്തെങ്കിലും താന്നൊടുക്കും. ഇതായിരുന്നു ഖസ്വ എന്ന് പറയുന്ന ഒട്ടകത്തിന്റെ ജീവിത ശൈലി. ഇൻഷാ അല്ലാഹ് ആ ഒട്ടകത്തെ കുറിച്ച് പിന്നീട് പറയാം. ഏതായാലും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖസ്വ എന്ന് പറയുന്ന ഒട്ടകത്തിൽ ഇരുന്നു കൊണ്ട് വഹാബത്തിന് ഈ താഴ്വാരത്ത് വെച്ചായിരുന്നു ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗം നടത്തിയിരുന്നത്. അങ്ങനെ ആ ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിൽ ആരംഭപ്പൂവായ തങ്ങൾ പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇതങ്ങോട്ട് പരിശുദ്ധമായ ഖുർആനിലെ ആയത്താണ്. ഈ ആയത്തങ്ങ് ആരംഭപ്പൂവായ തങ്ങളുപ്പാപ്പങ്ങ് ഓതി കേൾപ്പിച്ചു. ഇത് കേൾപ്പിച്ചപ്പോ സ്വഹാബത്തെല്ലാവരും വല്ലാത്ത സന്തോഷത്തിലായി. എന്താ സന്തോഷം അറിയോ? ദീന് പൂർത്തിയായല്ലോ, വല്ലാത്ത സന്തോഷമായി. പക്ഷേ ആ സഭയുടെ ഒരു ഭാഗത്തിരുന്നു കൊണ്ട് ഒരു കരച്ചിലിങ്ങനെ കേൾക്കുന്നു. സ്വഹാബത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ആരംഭപ്പൂവിന്റെ എല്ലാം ആയിരുന്ന അബൂബക്കറിന്റെ സുദ്ദീഖ് തങ്ങളുപ്പാപ്പയായിരുന്നു. തങ്ങളുപ്പാപ്പയോട് സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാണ് സുദ്ദീഖ് തങ്ങളെ നിങ്ങൾ കരയുന്നത്? കാരണം എല്ലാവരും സന്തോഷിക്കുകയല്ലേ, കാരണം നല്ലൊരു മുഹൂർത്തമല്ലേ, നമ്മുടെ ഈ ദീനിനെ പൂർത്തീകരിച്ചു നമ്മുടെ ഹബീബ് പറഞ്ഞതല്ലേ. ആ സമയത്ത് സുദ്ദീഖ് തങ്ങളുപ്പാപ്പ പറയാ, ഹബീബ് നമ്മിലേക്ക് പറഞ്ഞയച്ചത് വലിയൊരു ദൗത്യവുമായിട്ടായിരുന്നല്ലോ. ആ ഹബീബിന്റെ ദൗത്യം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ ആരംഭപ്പൂവ് നമ്മളോട് വിട പറയാൻ സമയമായി എന്നാണ് അതിനർത്ഥം. ഇതങ്ങോട്ട് കേട്ട ഉടനെ സ്വഹാബത്ത് കാകെ പൊട്ടിക്കരഞ്ഞു. സ്വഹാബത്ത് ചോദിച്ചു മുത്തരോട്, തങ്ങളെ കേട്ടത് ശരിയാണോ? ആരംഭപ്പൂവ് പറഞ്ഞു, നഅം,
നഅം എന്ന് പറയുന്നതോടെ സ്വഹാബത്തൊക്കെ വല്ലാത്ത വിഷമത്തിലായി. കാരണം പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ എല്ലാമായി ഈ കഴിഞ്ഞ കാലമത്തിൽ ഉണ്ടായിരുന്ന ഹബീബ് നമ്മളോട് വിട പറയുകയാണെന്ന് ഹബീബ് തന്നെ പറയാണ്. ഇതോടെ അത് ഉറപ്പുള്ള കാര്യമാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ എന്തായി ഈ ദീനെ പൂർത്തീകരിച്ചു. ആ പൂർത്തീകരണത്തോടെ ഇവിടെ എന്തായി ഹബീബിന് വിട പറയാൻ സമയമായെന്ന് മനസ്സിലായി. അങ്ങനെ സ്വഹാബത്തൊക്കെ വല്ലാത്ത വിഷമത്തിലായി. അങ്ങനെ ആ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ഒരുപാട് ലക്ഷത്തിൽ പരം സ്വഹാബത്തുകൾ വിഷമിച്ച ആ ഒരു വലിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ഒരിടമാണ് ഈ കാണുന്ന താഴ്വാരം. ഇതാണ് ജബലുർ റഹ്മ എന്ന് പറയുന്ന മലയാണ് മുകളിൽ, അതിന്റെ താഴ്വാരാണ്. ഹജ്ജിന്റെ സമയത്ത് ഇങ്ങോട്ട് വരുന്ന കോടാനുകോടി ജനങ്ങളെ മുത്തു മുഅ്മിനീങ്ങളെ നോക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മലായിക്കത്തിനോട് ഫഖ്റ് പറയുമത്രേ. എന്താ ഫഖ്റ്? നമ്മൾ സന്തോഷം പറയില്ലേ, നമ്മ പറയില്ലേ എന്റെ മോനാണത് പറയില്ല, അഭിമാനം തോന്നുമ്പോ. ആരെങ്കിലും പറയുന്നുണ്ടോ അങ്ങനെ നമ്മളെ മക്കളെ കുറിച്ചിട്ട്? നമ്മളെ മക്കൾ എന്തെങ്കിലും പറയും എന്റെ മോനാ പറയില്ലേ. അപ്പോ അതുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തുകളോട് പറയും ഫഖ്റ്. എന്താ പറയാറിയോ? നോക്കൂ മലായിക്ക, അന്നു കാലത്ത് മനുഷ്യനെന്ന ഈ വർഗത്തെ ഉണ്ടാക്കുമ്പോ എന്തിനാണ് പടച്ചോനെ ഈ മനുഷ്യന്മാർ എന്നെല്ലാം പറഞ്ഞില്ലേ? എന്റെ അടിമകളാണ്, പല നാടുകളിൽ നിന്നുള്ളവരാണ്, പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്, പല സ്വഭാവക്കാരാണ്, പല ശൈലിയുള്ളവരാണ്. എല്ലാവരും ആ തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഇതെങ്ങനെ ഈ ഒരേ ഒരു നാമം ചൊല്ലിക്കൊണ്ട് എന്റെ അടിമകൾ ഇങ്ങനെ വരുന്ന ആ ഒരു രംഗം കണ്ടുകൊണ്ട് സന്തോഷം കൊണ്ട് ഫഖ്റ് പറയും മലായിക്കത്തിനോട്. അതുകൊണ്ടാണ് മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ അറഫയിൽ താമസിക്കാൻ, അറഫയിൽ കൂടാൻ കഴിഞ്ഞവർക്കൊക്കെ നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ എന്ന്. അതാ പറഞ്ഞത് ഹജ്ജോ ഉംറയൊക്കെ ചെയ്ത ജീവിതം സംശുദ്ധം പറഞ്ഞതിൽ ഒരു പാർട്ടാണ്, ഒരു ഭാഗമാണ്. അതായത് അറഫയിൽ പങ്കെടുത്താൽ നമ്മുടെ എല്ലാം പൊരുത്തപ്പെട്ടു എന്ന് മനസ്സിലായില്ലേ. അപ്പൊ സ്വഹാബ ചോദിക്കാം, തങ്ങളെ ഈ ഒരു ഓഫർ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആരംഭപ്പൂ പറഞ്ഞു, അല്ല, ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ അറഫയിൽ പങ്കെടുക്കുന്നുണ്ടോ എല്ലാവർക്കും അള്ളാഹു പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ എന്ന് ഹബീബ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പുണ്യ ഭൂമിയാണ് പ്രിയമുള്ളവരെ. അള്ളാഹു നമുക്കെല്ലാവർക്കും പരിശുദ്ധ ഹജ്ജിന്റെ സമയത്ത് അറഫയിൽ പങ്കെടുക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ അറഫയിൽ ഒരു ഭാഗമാവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഈ ഒരു സ്ഥലത്തെ കുറിച്ച് ജബൽ, ഈ സ്ഥലത്തെ കുറിച്ച് അറഫ എന്ന് പറയും അല്ലെ. അറഫ എന്നുള്ള പേര് വരാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി നമ്മളെല്ലാവരും കേട്ടതായിരുന്നല്ലോ അല്ലെ. ഹവ്വ ഉമ്മയെ ജിദ്ദയിലും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അങ്ങ് സിലോണിലുമായിരുന്നു അന്ന് ഇറക്കിയിരുന്നത്. അങ്ങനെയുള്ള ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോ ഒരാളെയും കാണുന്നില്ല, ഒരു മനുഷ്യനെ ഇവിടെ കാണുന്നില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ നടന്ന് കാലങ്ങളോളം നടന്നു. അങ്ങനെ നടന്ന് എത്തി എവിടെ? ഈ അറഫ എന്ന് പറയുന്ന മൈതാനിയിൽ. ഹാജറ ഉമ്മയോ ഹവ്വ ഉമ്മ ഇങ്ങനെ നടന്ന ഹവ്വ ഉമ്മയും ആരാരുമില്ലാത്ത ഈ സ്ഥലത്ത് ഇവിടെ എത്തിപ്പെട്ടു. അവർ രണ്ടുപേരും കൂടെ സ്വർഗത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കണ്ടുമുട്ടിയ ഒരു സ്ഥലം കൂടെയാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട അറഫ എന്ന് പറയുന്ന ഈ താഴ്വാരം. മനസ്സിലായില്ലേ? അപ്പോ എന്തുകൊണ്ടും പരിശുദ്ധിയുള്ള സ്ഥലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം ഖൈറിലാക്കുമാറാവട്ടെ. അപ്പൊ അറഫ എന്നുള്ളത് അവർ തമ്മിൽ കണ്ടുമുട്ടിയത് കൊണ്ട് അറഫ അറിഞ്ഞു എന്നുള്ള വാക്ക് അതുകൊണ്ടിടാം. അതുപോലെ തന്നെയാണ് ജബലുർ റഹ്മ എന്നാണ് ഈ മലയുടെ പേര്. ആ ജബലുർ റഹ്മ എന്നുള്ള പേര് വരാൻ തന്നെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് റഹ്മത്ത് ഇറക്കുന്ന സമയമാണല്ലോ ഹജ്ജിന്റെ സമയം. ആ ഒരു കാരണം കൊണ്ടാണ് ജബലുർ റഹ്മ എന്ന് ഈ മലക്ക് പേര് വരാൻ കാരണം. ഇനി എല്ലാവരും നോക്കൂ, ഇവിടെ ഇങ്ങനെ ഒരു കമ്പി ഇങ്ങനെ കണ്ടോ, അങ്ങനെ ഇവിടെ ഒരു പിടുത്തം കണ്ട കമ്പി കണ്ടോ? അത് നമ്മ മനസ്സിലാക്കി എന്താണ്, നമ്മുടെ നാട്ടിലെ കോണിക്കുള്ള പിടുത്തം പോലെ അല്ലേ? അങ്ങനെ അല്ലാതെ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മ കൂട്ടത്തില്? ഇല്ല. സംഗതി മനസ്സിലായി. ഇവിടെ കമ്പി ഉണ്ടെങ്കിൽ ആ കമ്പി ഇങ്ങനെ പോയിട്ട് അവിടെ റൗണ്ട് കണ്ടെങ്കിൽ റൗണ്ട് ഇവിടെ തന്നെ കണ്ടില്ലേ? കാണാത്തവർ കാണുന്നത് പിന്നെ കാണില്ല, പിന്നെ ചരിത്രം അതോ അവിടെ എന്തുണ്ടായെന്ന് ചിന്തിച്ചു കാര്യമില്ല കേട്ടാ. ഇവിടെ ഒരു കിണർ പോലത്തെ ഒരു കമ്പിക്കൂടെ ഉണ്ടോ, അതിനകത്തുള്ള ഒരു മോട്ടോർ ഷെഡ് എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അതായത്
അറഫ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് വെള്ള സൗകര്യം തീരെ ഇല്ലായിരുന്നു. അങ്ങനെ ഈ സുബൈദ രാജ്ഞി എന്ന് പറയുന്ന വലിയ ഒരു ഭാഗ്യവതിയായ രാജ്ഞി ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ വെള്ളത്തിന് വല്ലാത്ത ക്ഷാമം വന്നപ്പോ ഈ രാജ്ഞി മന്ത്രിസഭ കൂടി എന്താ ഒരു പരിഹാരം ഇങ്ങോട്ട് വെള്ളെത്തിക്കാൻ. മന്ത്രിസഭയിൽ നിന്ന് പറഞ്ഞു വെള്ളം എത്തിക്കാണെങ്കിൽ ഒരുപാട് ചെലവുണ്ട് എന്ന്. അപ്പൊ രാജ്ഞി പറഞ്ഞു എന്റെ മുഴുവൻ സ്വത്തെടുത്തുകൊണ്ടാണെങ്കിലും അറഫയിലേക്ക് വെള്ളം എത്തിക്കണം. അങ്ങനെ രാജ്ഞി അന്നു കാലത്തെ 7000 കിലോ സ്വർണം ഈ ഒരു അറഫയിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഹദിയ ചെയ്യാം. അങ്ങനെ അവർ ഹദിയ ചെയ്തു 30 കിലോമീറ്റർ അപ്പുറത്തുനിന്ന്. അന്ന് കാലത്ത് പൈപ്പോ സംവിധാനമോ ഒന്നുമില്ല, മോട്ടറൊന്നുമില്ല. ആ കാലത്ത് 30 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് അവിടുത്തെ അന്നത്തെ കാലത്തെ ടെക്നോളജി പരമായി എന്തായി ഒരു ചെറിയ അരുവി ഉണ്ടാക്കി. നമ്മുടെയൊക്കെ നാടുകളിൽ തോട്ടത്തില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, പ്രായമുള്ളവർക്കും അറിയാം, പണ്ട് ഞമ്മക്ക് കുറവാണ്. അതായത് ഒരു ചെറിയൊരു ചാലുണ്ടാവും, അതിനിങ്ങനെ ട്രാക്ക് എല്ലായിടത്തും പോലെ എന്താ പോലെ വെള്ളമല്ല വെള്ളം പോലെ എല്ലാ സ്ഥലത്തും പോലെ. അതെന്തുകൊണ്ടാ? പണ്ട് കാല ടെക്നോളജിയിലെ, ഇന്ന് മാറി എന്നല്ലാതെ പൈപ്പാക്കിയില്ലേ. ഇതുപോലെ അന്നു കാലത്ത് എന്തായത് 30 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വെള്ളം ഇങ്ങനെ സ്ലോപ്പ് അടിച്ച് കൊണ്ടുവന്ന് വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി പോകുമ്പോൾ ബാക്കി കാണിച്ചാൽ ഈ വരുന്ന വഴി ഇങ്ങനെ വന്നിട്ട് അന്ന് വെള്ളം കൂടിയ സ്ഥലമാണ്. അതായത് നമ്മൾ മോട്ടോർ ഷെഡ് പറയില്ല, അതുപോലത്തെ കേന്ദ്രം കൂടി ആയിരുന്നു അത്ര അത്. അപ്പോ അന്ന് കാലത്ത് സുബൈദ രാജ്ഞി 7000 കിലോ സ്വർണം ഹദിയ ചെയ്ത് 30 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് അറിയാം ഇസ്ലാമിൽ ഏറ്റവും വലിയ ഹദിയ ഒന്ന് എന്താണ്? ഉസ്മാനിയ കിണർ. അത് മദീന ചരിത്രം പറയും. രണ്ടാമത് ഏറ്റവും വലിയ ഒരു സ്വതക്ക ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു വലിയ ഭാഗ്യവതി. നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ അറഫയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വെള്ളം കിട്ടാണ്. അന്ന് അത്ര വലിയ ഹദിയ ചെയ്യാൻ വലിയ ഭാഗ്യം ലഭിച്ചവരും കൂടെ ആയിരുന്നു അത്. അല്ല ഇന്ന് ടെക്നോളജി മാറി. ഇപ്പോഴും ഈ ലൈൻ പോകുമ്പോൾ കാണിച്ചാൽ ഇതിന്റെ പാർട്ടി ഇതാണ് വന്ന വഴി. അതിന്റെ ഭാഗങ്ങൾ അവിടെ ഒക്കെ ഉണ്ട്. ഞാൻ ബസ്സിൽ പോകുമ്പോൾ കാണിച്ചു വന്ന വഴി ഏകദേശം. ഇന്ന് പോലെ ടെക്നോളജി മാറില്ലേ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതുപോലെ ഇവിടെ ഇനിയും ഹജ്ജിന്റെ സമയത്ത് ഒരുമിച്ച് കൂടാതെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പൊ നമ്മൾ ഈ ജബൽ അറഫയിലേക്ക് വന്നതിന്റെ കാര്യം മനസ്സിലായല്ലേ. ഇനി ഈ ജബൽ അറഫയിൽ ഈ ജബൽ റഹ്മാനാണ് ഇതിന്റെ പേര്. ഈ ജബൽ റഹ്മ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗുണം എന്താ വെച്ചാല് അതിന് മുകളിൽ കയറാനായിട്ട് പ്രത്യേക സുന്നത്തൊന്നുമല്ല, പക്ഷെ കയറി കഴിഞ്ഞാൽ ഗുണം ഈ ഹറമല്ല അറഫയുടെ മൊത്തം ബൗണ്ടറി ഉയർത്തുന്നത് കാണാൻ കഴിയും. അപ്പൊ കഴിയുന്നവർ മാത്രം കയറാം, മനസ്സിലായല്ലേ. അതായത് ജബലുന്നൂർ ജബൽ സൗർ കയറുമ്പോൾ അല്ല ഇത്, അത് മുത്ത് നടന്ന വഴികളാണ്. ഇത് കയറേണ്ടത് ഇഷ്ടംപോലെ നമുക്ക് കയറാം. അങ്ങനെ ചരിത്രങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഞങ്ങൾ ജബലുർ റഹ്മ ഒന്ന് കയറാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മുടെ കൂട്ടത്തിൽ വന്ന കഴിയുന്നവരെല്ലാവരും ഒരുമിച്ച് കയറാം എന്നുള്ള തീരുമാനത്തിൽ എല്ലാവരും മുന്നോട്ട് പോയി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെയിലുണ്ട് എങ്കിലും നമ്മുടെ കൂടെ വന്നവരുടെ ആഗ്രഹം അത് പൂർത്തീകരിക്കുന്നതിന് കൂടെ നിൽക്കുക എന്നുള്ള സന്തോഷമാണ്. ഇത് നമ്മുടെ ഇർഷാദ് ബ്രോ ആണ്. അങ്ങനെ അൽഹംദുലില്ലാ മുൻകാലങ്ങളിൽ വന്നവർക്കറിയാം, മുൻകാലങ്ങളെ പോലെയല്ല ഇപ്പോഴുള്ള അറഫ ജബൽ റഹ്മയിലേക്കുള്ള വഴികളൊക്കെ വളരെയധികം സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? അല്ലാഹ് അൽഹംദുലില്ലാ. ഇത് നമ്മുടെ ഫസലുർ നമ്മുടെ ITI ഉള്ള സുഹൃത്താണ്. ജബലുർ റഹ്മയുടെ പവിത്രതയെല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ജബലുർ റഹ്മ കണ്ടില്ലേ, ഇവർ കയറുന്ന കണ്ടതിനറിയാം. വളരെയധികം മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ വഴികളെല്ലാം സംവിധാനം ചെയ്തിട്ടുള്ളത്. ജബലു സൗറിനെ പോലെയല്ല ജബലുർ റഹ്മ എന്നർത്ഥം. കയറാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ദുർഘടം എത്രയൊന്നുമല്ല. ജബലുർ റഹ്മയുടെ മുകളിലൊരു സ്തൂപമാണിത്. ഈ സ്തൂപം പലപ്പോഴും എന്താവാറുണ്ട്, ഈ സ്തൂപം പലരും ഇവിടെ വന്ന് ഇവിടുന്ന് പ്രാർത്ഥിക്കുക, അതിനെ ചുംബനം ചെയ്യുക, ഇങ്ങനെ പല സംഭവങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ ഈ സ്തൂപം ഒരിക്കലും ചുംബനം ചെയ്യുന്നതിന് പ്രത്യേകമായ ഒരു ഗുണവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ഇവിടെ പഴമയുടെ ആളുകളൊരു അടയാളം വെച്ചു എന്ന് മാത്രം. ജബലുർ റഹ്മയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാം പരിശുദ്ധമായ അറഫയുടെ മുഴുവൻ അടയാളങ്ങൾ നമുക്ക് കാണാം. കണ്ടില്ല, ആ മഞ്ഞ ബോർഡിൽ വെച്ചതാണ് അറഫയുടെ അതിർത്തികൾ.
അപ്പോൾ നമ്മുടെ കൂടെ വന്ന ഉമ്മമാരും ഉപ്പമാരും പലരും കയറി, അൽഹംദുലില്ലാ. അങ്ങനെ കയറിയതിന് ശേഷം ഞങ്ങൾ ഇനി അവിടുന്ന് ജബലു അറഫയുടെ മുകളിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ ഒരുപാട് സമയം നിൽക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ അല്ലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ ഞങ്ങളെല്ലാവരും ഇറങ്ങി. സുബൈദ രാജ്ഞി അറഫയിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി സംവിധാനിച്ചിരുന്ന ആ ഒരു സംവിധാനത്തിൻ്റെ ഒരു മോട്ടർ ഷെഡ് പോലെയുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ ജബലുർ റഹ്മ എല്ലാം ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് ജിയറാനയിലേക്കാണ്. ജിയറാനിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറാവണം. അതിനു മുമ്പ് ഇവിടുന്ന് അല്പം ദൂരെയാണ് നമ്മുടെ ബസ്സുണ്ടാവുക. ആ ബസ്സിലേക്ക് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകണം. അതിന് മുമ്പ് ഒരു ചെറിയ രൂപത്തിൽ എല്ലാവരും ഒരുമിച്ചൊരു പ്രാർത്ഥന നടത്തണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. എല്ലാവരും ബസ്സിൽ കയറി ഞങ്ങൾ നേരെ ജിയറാനയിലേക്ക് പുറപ്പെട്ടു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ബിസ്മി നല്ലതല്ലേ അല്ലേ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രങ്ങളിലൂടെയാണ് ഇന്ന് പ്രഭാതം മുതൽ നമ്മളിങ്ങനെ ചലിച്ചു കൊണ്ടേയിരിക്കുന്നത് അല്ലേ? ആരംഭപ്പൂവായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന് തങ്ങളുപ്പാപ്പയും സ്വഹാബത്തും ഉണ്ടായ യുദ്ധങ്ങൾ, ഒരുപാട് യുദ്ധങ്ങളുണ്ട് ഇസ്ലാമിന് വേണ്ടി നടന്ന. ആ യുദ്ധങ്ങളിൽ ചിലതിലൊക്കെ ഇസ്ലാമിന് വലിയ നഷ്ടങ്ങൾ വന്നുണ്ട്, എന്നാൽ ഇസ്ലാമിന് വലിയ നേട്ടങ്ങൾ വന്ന യുദ്ധങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും വലിയ നേട്ടം ലഭിച്ച ഒരു യുദ്ധമായിരുന്നു ഹുനൈൻ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം. കേട്ടിട്ടുണ്ട? ഹുനൈൻ യുദ്ധട്ടാ. ഹുനൈൻ യുദ്ധത്തില് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനും വലിയ നേട്ടങ്ങളാണ് ഉണ്ടായത്. ഇസ്ലാമിന് ഒരുപാട് ഗുണങ്ങളുണ്ടായി എന്ന് മാത്രമല്ല, ഗനീമത്ത് ഒരുപാട് ലഭിച്ചു. ഗനീമത്ത് എന്ന് പറഞ്ഞാല് ആരാണോ തോൽക്കുന്നത്, ഇപ്പൊ ശത്രുക്കൾ തോൽക്കുമ്പോൾ ശത്രുക്കൾ ഇട്ട് ഓടുന്ന സാധനമല്ലേ, അതെല്ലാം ഇസ്ലാമിന് ഹലാലാണ്. അതിൽ സ്ത്രീകളുണ്ടാവാം, അടിമ പെണ്ണുങ്ങളുണ്ടാവാം, അതുപോലെ തന്നെ ഈ ശത്രുക്കളിൽപ്പെട്ട അവരുടെ ഭാര്യമാരുണ്ടാവാം, അതുപോലെ തന്നെ അവർ കൊണ്ടുവന്ന മൃഗങ്ങളുണ്ടാവാം, അതുപോലെ തന്നെ അവർ കൊണ്ടുവന്ന സ്വർണങ്ങളുണ്ടാവാം. എല്ലാം എന്താണ് ഇസ്ലാമിന് പിന്നെ അവകാശപ്പെട്ടതാണ്. അങ്ങനെ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇങ്ങോട്ട് പോരുകയാണ്. അങ്ങനെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്പം സ്വഹാബത്ത് ഇവിടെ ഉണ്ട്. ആ സമയത്താണ് ഗനീമത്ത് ഇങ്ങനെ മറ്റേ സ്വഹാബത്ത് വാരിക്കൂട്ടി ആ കൂട്ടത്തില് അടിമപ്പെണ്ണുകളൊക്കെ വലിച്ചു കൂട്ടും. ആ സമയത്ത് ഒരു പെണ്ണിനെ പിടിച്ചപ്പോൾ ആ പെണ്ണെന്തായി, ഇന്നങ്ങളെല്ലാം പിടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ധിക്കാരം കാണിച്ചു. സാധാരണ അടിമപ്പെണ്ണുകള് യുദ്ധം കഴിഞ്ഞ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അടിമയെ പോലെ വന്ന് എല്ലാത്തിനും സഹകരിക്കും. ഇതാണ് സാധാരണ കീഴ്വഴക്കം. അപ്പൊ എന്നെ നിങ്ങൾ അങ്ങനെ പിടിക്കുകയൊന്നും വേണ്ട, ഞാൻ നിങ്ങളുടെ നേതാവിന്റെ സഹോദരിയാണെന്ന് പറഞ്ഞു. ആരാ നേതാവ്? ആദരവായ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരിയാണ്. ഹബീബിന് സഹോദരിമാരുണ്ടോ? അല്ലേ? ഉണ്ടെന്നോ ഇല്ലാന്നോ? ഉണ്ടില്ലാന്നാണോ? രണ്ടുമല്ല, ഉണ്ട്. ആർക്കാ ഉണ്ടോ? ആരാ? അപ്പോ ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരിയാണെന്ന് ആര് പറഞ്ഞു? ഈ പെണ്ണ് പറയാണ്. ഇത് കേട്ടപ്പോ സ്വഹാബത്ത്, ഇപ്പൊ നമുക്കെല്ലാവർക്കും തോന്നിയില്ലേ എങ്ങനെ ഹബീബിന് സഹോദരിമാരെന്ന്? അപ്പൊ ഈ പെണ്ണെന്തായി പറഞ്ഞപ്പോ സ്വഹാബത്ത് തോന്നി, അങ്ങനെ നമ്മളെ ഹബീബ്, നമ്മളറിയാത്തൊരു സഹോദരി ഹബീബിന്റെ അടുത്തേക്ക് വന്നു. സ്വഹാബത്ത് ചോദിച്ചു, ഹബീബ് അങ്ങയുടെ സഹോദരിയാണെന്ന് പറഞ്ഞുകൊണ്ടൊരു പെണ്ണ് ഞങ്ങൾ പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സഹകരിക്കുന്നില്ല, അവളെന്താ ധിക്കാരപൂർവ്വം നിൽക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആരംഭപ്പൂവായ തങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ സഹോദരിയാവുന്നത്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ പെണ്ണ് പറയാ, തങ്ങള് കുഞ്ഞായിരിക്കുന്ന സമയത്ത് തങ്ങൾ മുല കുടിക്കാൻ വേണ്ടി ഹലീമത്തു സഅദിയ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കൂടെ മുല കുടിക്കാൻ വന്നപ്പോ അന്ന് എൻ്റെ ഉമ്മാന്റെ കൂടെ ഉണ്ടായിരുന്ന മോളാണ് ഞാൻ. അന്ന് അങ്ങയെ തൊട്ടിലാറ്റിയിട്ടുണ്ട്, താരാട്ട് പാട്ടി ഉറക്കിയിട്ടുണ്ട്. അന്ന് അങ്ങ് ചെറിയ കുട്ടിയായപ്പോ അങ്ങ് കടിച്ച അടയാളമാണ് എന്നെ കൊണ്ട് ഈ ഷോൾഡറിൽ അടയാളം കാണിച്ചു കൊടുത്തു. നമ്മളാ കുഞ്ഞില്ലേ, എല്ലാവരും ഈ കുഞ്ഞിനെല്ലാവരും നോക്കൂ, നിഷ്കളങ്കതയുടെ നിറകൂടം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഇതുപോലത്തെ കുഞ്ഞായപ്പോഴാണ് മുത്തനെ എങ്ങോട്ട് കൊണ്ടുവന്നത്? ഹലീമത്തു സഅദിയ അങ്ങ് മറ്റേ മുലയൂട്ടാൻ കൊണ്ടുപോകുന്നല്ലേ?
ആ സമയത്ത് അന്ന് ചെന്നപ്പോ ഈ മോളെ പോലത്തെ പ്രായമുള്ള മോളെ ശരാശരി ഉദാഹരണം പറയാണ് മനസ്സിലാവാൻ വേണ്ടി, അന്ന് ഈ ഷൈമ എന്ന് പറയുന്ന സഹോദരി ഉണ്ടായിരുന്നത്ര ഹലീമത്തു സാദിയക്ക്. ആ സഹോദരി താരാട്ട് പാടിയിട്ടുണ്ട്. ആ കുഞ്ഞായപ്പോ കുഞ്ഞുങ്ങൾ കടിക്കൂല, ചെറിയ കുഞ്ഞ്, ആ കടിച്ച അടയാളം കൂടെ കാണിച്ചു കൊടുത്തപ്പോ ആരംഭപ്പൂവങ്ങൾ പെട്ടെന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒലിച്ചുപോയി. രണ്ടു കാര്യ, ഒന്ന് അന്ന് കാലത്തെ സംഭവങ്ങളെല്ലാം ഓർമ്മ വന്നു, രണ്ടാമത്തത് അന്നുണ്ടായൊരു സഹോദരിയെ പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടല്ലേ. അങ്ങനെ മുത്തായ തങ്ങൾ സഹോദരിയെ ഇരുത്തി സഹോദരിയോട് ചോദിച്ചു, എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ നമ്മളെ കൂടെ പോരണോ? സഹോദരി പറഞ്ഞു, ഇപ്പൊ ഞാൻ ഏതായാലും വരുന്നില്ല, ഇൻഷാ അല്ലാഹ് പിന്നീട് വരാം. ചരിത്രങ്ങൾ കാണാം, പിന്നീട് ആ സഹോദരി ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് ആരംഭപ്പൂവായ തങ്ങളും സഹോദരിയും പിൻകാലത്ത് കണ്ടുമുട്ടിയ വലിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ഈ ജഹറാന എന്ന് പറയുന്ന ഈ പള്ളി നിൽക്കുന്ന സ്ഥലം. ഈ പള്ളി നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ പള്ളി. അതുകൊണ്ടാണ് ഈ പള്ളിക്ക് ജഹറാന എന്ന് ഈ ഏരിയക്ക് പറയാൻ കാരണം. ജഹറാന എന്നുള്ള പേര് വരാൻ മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജഹറാന എന്നുള്ളത് ഒരു സഹോദരിയുടെ പേരാണ്. ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇവിടെ വന്നു. ഹുനൈൻ യുദ്ധത്തിൽ പരുക്കേറ്റ സ്വഹാബത്തുണ്ട്. ആ സ്വഹാബത്ത് എന്തായി അല്പം കഴിഞ്ഞപ്പോൾ ചിലർ വഫാത്തായി. അവരെ മറമാടാൻ വേണ്ടിയിട്ട് അവരെ ജനാസ കബറടക്കം ചെയ്യാൻ ഒരു സ്ഥലം വേണം. അങ്ങനെ മുത്തായി തങ്ങൾ ചോദിച്ചു, ഈ ജഹറാനയുടെ പരിസരത്തുള്ള സ്ഥലം ചോദിച്ചപ്പോ അന്നുണ്ടായിരുന്ന സ്വഹാബത്തും മറ്റുള്ളവരും പറഞ്ഞു, നബിയെ അത് നമുക്ക് കിട്ടും തോന്നില്ല. കാരണം എന്താ, ആ ഒരു ഭ്രാന്തിയായ പെണ്ണിന്റെ സ്ഥലമാണ്. ആ പെണ്ണിന്റെ പേരാണ് ജഹറാന എന്നുള്ളത്. ജുഹറാന എന്നും പറയുന്നുണ്ടാ. അപ്പൊ ആ പെണ്ണിന് അത് കിട്ടും തോന്നില്ല. തങ്ങൾ ആ പെണ്ണിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ പെണ്ണിനെ കൊണ്ടുവന്നു. തങ്ങളുപ്പാപ്പ ചോദിച്ചു, ഈ സ്ഥലം നമുക്ക് തരാമോ? തങ്ങളോട് ആ പെണ്ണ് പറഞ്ഞു, നബിയെ കാലങ്ങളായിക്കൊണ്ട് ഞാൻ വല്ലാത്ത വേദന അനുഭവിക്കുന്ന പെണ്ണാ, ഒരു അസുഖം കൊണ്ട്. എന്റെ അസുഖത്തിന് വേണ്ടി ഷിഫായിന് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കണമെന്ന് ഹബീബ് പ്രാർത്ഥിച്ചു. ആരംഭപ്പൂ പ്രാർത്ഥിച്ചാൽ പിന്നെ ഉത്തരം കിട്ടാതിരിക്കില്ലല്ലോ. ആ പെണ്ണിന്റെ അസുഖം മാറി. ആ പെണ്ണ് കൊടുത്ത സ്ഥലം കൂടെയാണ് ഇവിടെ ശുഹദാക്കളുണ്ട് എന്ന് പറയപ്പെടുന്നു. ഏതായാലും ഈ ഒരു ഏരിയ അങ്ങനെയാണ് ഈ സ്ഥലത്ത് ജഹറാന എന്ന് പറയപ്പെടാൻ കാരണം. അതുപോലെ തന്നെ നമ്മളിപ്പോ ഇങ്ങോട്ട് വരാൻ കാരണം ഇതൊക്കെ ഇപ്പൊ നമുക്ക് അവിടുന്ന് പറയാം, എന്തിനാണ് ഇങ്ങോട്ട് വന്നതാണ്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇവിടെ 3 ദിവസം താമസിച്ചു എന്ന് ചരിത്രങ്ങളിൽ ചിലയിടങ്ങളിൽ കാണാം. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇവിടെ താമസിച്ചു. ഇവിടുന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തിട്ടാണ് മക്കയിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മുടെ പാകിസ്ഥാനെ ബഡാ ഉംറ എന്ന പേരിൽ ഈ സ്ഥലത്ത് അറിയപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും സാധാരണ നമ്മൾ ആയിഷ പള്ളി പോയി ഇഹ്റാം ചെയ്യുന്നില്ലേ, ഇപ്പൊ നമ്മൾ വേറെവിടെ ഇഹ്റാം ചെയ്ത് നമ്മള് നിലവിൽ നാട്ടിൽ നിന്ന് വരുമ്പോഴല്ലേ. അപ്പൊ അതിനേക്കാളൊക്കെ എന്താണ്, ഇത് ആരംഭപ്പൂ ഇഹ്റാം ചെയ്ത സ്ഥലമാണ്. അപ്പൊ വലിയ പവിത്രമുള്ള സ്ഥലമാണ്, മനസ്സിലായില്ലേ. ഏതായാലും അങ്ങനെ സ്വഹാബത്തും മുത്തായ തങ്ങൾ നിൽക്കുമ്പോൾ സ്വഹാബത്തും എന്ന് പറഞ്ഞു, നബിയെ നമുക്ക് വെള്ളമില്ലാതെ വല്ലാതെ വിഷമുണ്ട്, എന്താ ചെയ്യാ, വുളു എടുക്കാൻ വെള്ളമില്ല ഹബീബെ, കുടിക്കാൻ വെള്ളമില്ല. നമ്മളിതൊക്കെ മനസ്സിലാക്കണ കാര്യം എന്താ അറിയോ, ചുട്ടുപൊള്ളുന്ന അന്നു കാലങ്ങളില ഇന്നത്തെ കാലം ഭാവിച്ച മനസ്സിലാവും. ഇതൊക്കെ പുരാതന ഹിസ്റ്ററിയാണ്, മനസ്സിലായില്ലേ. അന്ന് കാലങ്ങളിൽ വെള്ളമില്ലാന്ന് മുത്തിനോട് പറഞ്ഞു. അപ്പൊ ഈ കാണുന്ന ബിൽഡിംഗ് ഇതാ, ഒരു ബിൽഡിംഗ് ഉണ്ടോ, ബിൽഡിംഗ് ഉണ്ടോ അവിടെ ഉണ്ട്. അതിനപ്പുറത്ത് ഒറ്റ ഒരു വെള്ളം ഉണ്ട്. വെള്ളം വലത് സൈഡില് അറിയാം, അടുത്ത് കൂക്കണം വലത്തേക്ക്. അല്ലേ, അതൊരു കിണറാണ്. അവിടെ പോകുമ്പോ കാണട്ടാ. അപ്പൊ ആരംഭപ്പൂവായ തങ്ങളുപ്പാപ്പയുടെ കയ്യിലുള്ള അമ്പ് കൊണ്ട് ആ കിണറിലേക്ക് അങ്ങനെ എന്തായി അമ്പ് ചെയ്തു. ചരിത്രങ്ങൾ കാണാം. ആ കിണറിൽ വെള്ളം പഴയ താഴെയായിരുന്നു അത്രേ. ഹബീബിന്റെ മുഅ്ജിസത്ത് കൊണ്ട് വെള്ളം ഇങ്ങനെ പൊന്താൻ തുടങ്ങി. പൊന്തി ആ വെള്ളം പുറത്തേക്ക് ഒലിക്കാൻ തുടങ്ങി. സ്വഹാബത്ത് ആവശ്യത്തിലധികം ഉപയോഗിച്ചു, എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു. ചരിത്രങ്ങളിൽ കാണാം. അവസാനം വന്ന സ്വഹാബിയൊക്കെ തുണി ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചായിരുന്നു അത്ര പിന്നെ നടന്നിരുന്നത്. എന്താ കാരണം അവർക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോ അതായത് അന്ന് മുത്തിന്റെ ആ മുഅ്ജിസത്തിന്റെ വെള്ളം പുറത്തേക്ക് വന്നിട്ട് വെള്ളം ഇങ്ങനെ പൊന്തിട്ട് എന്തായി, കാലിൽ അവിടെയൊക്കെ വെള്ളം നിറഞ്ഞിരുന്നു. ആ രൂപത്തിലുള്ള വലിയ ഷിഫാന്റെ വലിയ ചരിത്രം നടന്ന വലിയ മുഅ്ജിസ നടന്ന കിണറാണ് ഈ കാണുന്ന വെള്ള കിണർട്ടാ. ആ കിണറിലെ വെള്ളം നമുക്കാർക്കും കുടിക്കാൻ കിട്ടൂല. എന്തേ കാരണം, ഈ പാകിസ്ഥാനിലെ പോലുള്ളവർ എന്ത് ഇവിടൊക്കെ വന്നിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കും ബർക്കത്തിന്, സിമെന്റൊക്കെ അങ്ങനെ ഫുൾ ബന്ധാക്കി. അതുപോലെ ബന്ധം ഇതും പെട്ട് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ബന്ധാക്കിയ പല കാരണമാണ്. അതുപോലെ ഒരു സംഭവമായിട്ട് ഏതായാലും ഈ കിണർ അങ്ങനെ വലിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ബിഅറു ജഹറാന എന്ന് പറയുന്ന കിണറാണ്.
ആലോചിക്ക് ഒറ്റ നിമിഷം മുത്തും സ്വഹാബത്തും വന്നു, തങ്ങളുപ്പാപ്പാനും മോജിസ് നടന്നു. ഈ കാണുന്ന പ്രദേശമാണ് ഇത്. വേറെതോ അവിടെ നല്ല പറയണത്, ഇത് ഈ മൈന്യൂട്ട് പോയിന്റ് ആണ്. എന്തായാലും മുത്തായ തങ്ങളും സ്വഹാബത്തും ഇവിടെ 3 ദിവസം നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തങ്ങൾ നടക്കൂലേ? വലിയ പവിത്രതയുള്ള സ്ഥല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം കണ്ടതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ കണ്ണുകൾ അള്ളാഹു ഹലാലാക്കി തരുമാറാവട്ടെ. അങ്ങനെ ജിഅ്റാനയിലെ ചരിത്രങ്ങളെല്ലാം കണ്ടതിന് കേട്ടതിന് ശേഷം എല്ലാവരും ഉംറക്കുള്ള ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോവാണ്. ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ പോകുന്ന ഈ ജിഅ്റാന സൗകര്യം വളരെ കുറവാണ് എന്നുള്ളത് വസ്തുനിഷ്ഠമായൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത് ഡെവലപ്പ് വരാത്തതെന്ന് മനസ്സിലായില്ല. ഏതായാലും ജിഅ്റാനയിൽ എല്ലാവരും ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി അതിനുമുമ്പ് ഇഹ്റാമിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കണം, അങ്ങനെ ഡ്രസ്സ് മാറ്റണം, അങ്ങനെ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടി എല്ലാവരും പോയി. എല്ലാവരും വന്നു. വളരെ റാഹത്തോടെ ഉംറക്കെല്ലാം ഇഹ്റാം ചെയ്തു. ഞങ്ങൾ ഉംറയുടെ ഇഹ്റാമെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് മക്കയിലേക്ക് വന്നു. ആദ്യം തന്നെ നമ്മൾ ഫുന്തുക്കിലേക്കാണ് പോകുന്നത്. കാരണം സമയം ഉച്ചഭക്ഷണത്തോട് അടുത്തിട്ടുണ്ട്. ഈ സമയം ഇനി ഉംറക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ആദ്യം ഞങ്ങൾ പോയത് നമ്മുടെ ഫുന്തുക്കിലേക്ക് തന്നെയാണ്. പ്രിയ സഹോദര, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണേ.